ഓം ഗണപതേ നമഃ. ഓം രാമചന്ദ്രായ നമഃ. പ്രിയപ്പെട്ടവരെ, നമ്മളിന്ന് പരിശോധിക്കുന്നത് വാൽമീകി രാമായണം യുദ്ധകാണ്ഡത്തിലെ 59-ാം സർഗമാണ്. കഴിഞ്ഞ സർഗം അവസാനിച്ചപ്പോൾ നീലന്റെ പ്രഹരമേറ്റ് പ്രഹസ്തൻ കൊല്ലപ്പെട്ട കഥ നമ്മൾ മനസ്സിലാക്കി. അപ്പോൾ രാക്ഷസ രാജാവിൻ്റെ ഭടന്മാര് ഓടിപ്പോയി. അവരാ വാർത്ത രാവണനെ അറിയിച്ചു. അത് കേട്ടപ്പോൾ രാവണന് ക്രോധമുണ്ടായി, ദുഃഖവുമുണ്ടായി. അതിനുശേഷം ചുറ്റുമുള്ള രാക്ഷസന്മാരോട് പറഞ്ഞു, എൻ്റെ സേനാപതിയെയും പരിവാരങ്ങളെയും ആനകളെയും ഒക്കെ കൊന്നതുകൊണ്ട് ആ ശക്തികളെ അവഗണിച്ചുകൂടാ. അതിനാൽ ഞാൻ തന്നെ ശത്രുനാശത്തിനും വിജയലാഭത്തിനുമായിട്ട് പുറപ്പെടാം എന്നാണ് കരുതുന്നത്. ഇപ്പോൾ തന്നെ രാമനെയും ലക്ഷ്മണനെയും ആ വാനര സൈന്യത്തെയും ഞാൻ കൊന്ന് ഭൂമിക്ക് അവരുടെ രക്തം നൽകും. ഇത്രയും പറഞ്ഞുകൊണ്ട് രാവണൻ ഒന്നാം തരം കുതിരകൾ വഹിക്കുന്നതും തിളങ്ങുന്ന സ്വരൂപം കൊണ്ട് ജ്വലിക്കുന്നതുമായ തൻ്റെ രഥത്തിൽ കയറി പരിവാരങ്ങളോടുകൂടി പുറത്തേക്ക് വന്ന രാവണൻ അതിഭയങ്കരമായ ശബ്ദമുണ്ടാക്കുന്ന വാനര സൈന്യത്തെ ഒന്ന് വീക്ഷിച്ചു. രാവണന്റെ ആ വരവ് കണ്ടപ്പോൾ രാമൻ വിഭീഷണനോട് ചോദിച്ചു, കുന്തം, ശൂലം, വാള് തുടങ്ങിയ അനേകം ആയുധങ്ങളും പടയാളികളുമായിട്ട് വരുന്ന ഈ വലിയ സൈന്യം ആരുടേതാണ്? ആ വരവ് കണ്ട വിഭീഷണൻ രാമനോട് പറഞ്ഞു, ആ സൈന്യത്തിൽ ഏറ്റവും പ്രധാനി രാവണനാണ്. ആ രാക്ഷസാധിപതിയായ ആ രാവണന് ഒപ്പം ഉദയസൂര്യനെ പോലെ ചുവന്ന മുഖമുള്ള അകമ്പനൻ, ഇന്ദ്രജിത്ത്, അതികായൻ, മഹോദരൻ, പിശാചൻ, ത്രിശിരസ്, കുംഭൻ, രാക്ഷസ സൈന്യത്തിൻ്റെ മുഖ്യനായ നികുംബൻ, നരാന്തകൻ എന്നിവരെല്ലാം സഹായികളായി കൂടെയുണ്ട്. അപ്പോൾ രാമൻ വിഭീഷണനോട് പറഞ്ഞു, ദീപ്ത മഹാ തേജസ്വിയാണല്ലോ രാവണൻ. സൂര്യനെ എന്ന പോലെ നേരെ നോക്കിക്കാൻ കഴിയാത്തത്ര തേജസ് രാവണനുള്ളതായി തോന്നുന്നു. എനിക്കത് കാരണം ആ രൂപം വേണ്ടത്ര വ്യക്തമായി കാണുവാൻ കഴിയുന്നില്ല. ഇവൻ്റെ യോദ്ധാക്കൾ എല്ലാവരും തന്നെ പർവ്വത തുല്യന്മാരും പർവ്വതങ്ങളോട് പൊരുതുവാൻ തക്കവണ്ണം വീര്യമാർന്നവരും ജ്വലിക്കുന്ന ആയുധങ്ങൾ ഏന്തിയവരുമാണ്. ഈശ്വരകൃപ കൊണ്ടാണ് ഇവൻ ഇപ്പോൾ എൻ്റെ ദൃഷ്ടിപഥത്തിൽ വന്നു ചേർന്നത്. സീതാപകരണം മുതലുള്ള എൻ്റെ ക്രോധത്തിന് ഞാൻ ഇപ്പോൾ തന്നെ പരിഹാരം കണ്ട് ഇവനെ കൈകാര്യം ചെയ്യുന്നതാണ്. രാവണൻ കൂടെയുള്ളവരോട് പറഞ്ഞു, ഞാൻ പുറത്തേക്ക് കടന്നത് മൂലം ഉള്ളിൽ ആരുമില്ല എന്ന് കരുതി ഈ വാനരക്കൂട്ടം ആ നഗരിയിലേക്ക് കടന്ന് നാശനഷ്ടങ്ങൾ വരുത്തി എന്ന് വരാം. അതുകൊണ്ട് നിങ്ങളെവരും കരുതലെടുക്കേണ്ടതുണ്ട്. സുഗ്രീവൻ ഒരു പർവ്വതാഗ്രം അടർത്തിയെടുത്തുകൊണ്ട് രാക്ഷസന്റെ നേരെ എറിഞ്ഞുകൊണ്ട് യുദ്ധത്തിന് ആരംഭം കുറിച്ചു. ബാണങ്ങൾ എയ്തുകൊണ്ട് രാവണൻ അതിനെ നേരിട്ടു. ആ പർവ്വതഭാഗം പിളർന്ന് ഭൂമിയിൽ വീണു. അപ്പോൾ മറ്റൊരു ബാണം രാവണൻ സുഗ്രീവ നിഗ്രഹത്തിനായി അയച്ചു. ആ ബാണമേറ്റ് സുഗ്രീവൻ ഭൂമിയിൽ പതിച്ചു, ബോധം കെട്ടു വീണു. അപ്പോൾ മറ്റ് വനരന്മാർ ആ ശൈലങ്ങൾ പറിച്ചെടുത്തുകൊണ്ട് രാക്ഷസ രാജാവിനോട് എതിരിട്ടു. അതെല്ലാം രാവണൻ ശരമെയ്ത് നേരിട്ടു. രാവണ ശരങ്ങളാൽ വീർപ്പുമുട്ടിയ വാനരന്മാർ രാമനെ ശരണം പ്രാപിച്ചു. രാവണൻ ശരമെടുത്തുകൊണ്ട് രാവണനെ എതിരിടാൻ തുടങ്ങിയപ്പോൾ ലക്ഷ്മണൻ രാവണനെ നേരിടാൻ എനിക്ക് കഴിയും എന്ന് പറഞ്ഞുകൊണ്ട് രാമന്റെ അനുവാദത്തോടുകൂടി യുദ്ധഭൂമിയിലേക്ക് കടന്നു. വായുപുത്രൻ
നിന്റെ മകൻ അക്ഷകുമാരനെ കൊന്നവനാണ് ഞാൻ എന്ന് പറഞ്ഞുകൊണ്ട് രാവണന്റെ നേർക്ക് അടുത്തു ചെന്നു. രാവണനും ഹനുമാനും പരസ്പരം പ്രഹരിച്ചു. രാക്ഷസാധിപതി നീലന്റെ നേർക്ക് ഭീമ ശരങ്ങൾ എയ്തപ്പോൾ നീലനും ശൈലാഗ്രം രാക്ഷസാധിപതിയുടെ നേർക്ക് എറിഞ്ഞുകൊണ്ട് രംഗത്തേക്ക് വന്നു. നീലൻ തൻ്റെ ശരീരത്തെ പല രീതിയിൽ വ്യത്യാസപ്പെടുത്തി ഓടി നടക്കുന്നത് കണ്ടപ്പോൾ ഹനുമാനും രാമനും ലക്ഷ്മണനും വിസ്മയം പൂണ്ടവരായി തീർന്നു. നീലന്റെ മെയ്വഴക്കം കണ്ട് അത്ഭുതപ്പെട്ട രാവണൻ ആഗ്നേയാസ്ത്രം എടുത്തു. അസ്ത്രമന്ത്രം ചേർത്തയക്കുന്ന ഈ സായകം നിന്റെ പ്രാണൻ എടുക്കും എന്ന് പറഞ്ഞുകൊണ്ട് അത് നീലന് നേരെ പ്രയോഗിച്ചപ്പോൾ നീലൻ മഹീതലത്തിൽ വീണുപോയി. സ്വന്തം കരുത്തിലും പിതൃമാഹാത്മ്യത്തിലും മുട്ടുകുത്തിയാണ് നീലൻ വീണത്. ആ പ്രാണൻ പോവുകയുണ്ടായില്ല. ഇത് കണ്ട ലക്ഷ്മണൻ വനരന്മാരോടല്ല ശൗര്യം എടുക്കേണ്ടത് എന്ന് പറഞ്ഞുകൊണ്ട് ആ രാവണനെ നേരിട്ടു. ഇത് കേട്ട് കുപിതനായ രാക്ഷസാധിപതി 7 ബലമേറിയ അമ്പുകൾ തൊടുത്തുവിട്ടു. അവയൊക്കെയും ലക്ഷ്മണൻ ഛേദിച്ചു. അവർ അങ്ങനെ കുറെ നേരം ആ ശരം എയ്തതിനു ശേഷം രാക്ഷസാധിപതി ബ്രഹ്മദത്തമായ ഒരു അസ്ത്രം ലക്ഷ്മണന്റെ നെറ്റിത്തടം ലക്ഷ്യമാക്കി അയച്ചു. ആ അമ്പേറ്റ് ഉലഞ്ഞുപോയ ലക്ഷ്മണന്റെ കയ്യിൽ നിന്ന് വില്ല് വഴുതി വീണു. പെട്ടെന്ന് സമനില വീണ്ടെടുത്ത് രാവണന്റെ ചാപത്തെ അമ്പെയ്ത് മുറിച്ചു. അതിനുശേഷം മൂർച്ചയേറിയ അമ്പുകളെ രാവണന്റെ നേർക്ക് അയച്ചപ്പോൾ രാവണൻ അല്പം വിവശനായി എങ്കിലും ബോധം വീണ്ടെടുത്തു. അതിനുശേഷം രാവണൻ ബ്രഹ്മാവ് നൽകിയ ശക്തി എന്ന ആയുധം ലക്ഷ്മണന് നേരെ പ്രയോഗിച്ചു. ലക്ഷ്മണൻ അതിനെതിരെ അസ്ത്രങ്ങൾ പ്രയോഗിച്ചുവെങ്കിലും ആ ആയുധം ലക്ഷ്മണന്റെ നെഞ്ചത്ത് തറച്ചു. ആ സമയം ഉള്ളുകത്തി ലക്ഷ്മണൻ ഭൂമിയിൽ നിലകൊണ്ടു. രാവണൻ ഇറങ്ങി വന്ന് ലക്ഷ്മണനെ പിടിക്കുകയും ചെയ്തു. എന്നാൽ ലക്ഷ്മണനെ ഒന്ന് അനക്കാൻ കൂടി കഴിഞ്ഞില്ല. ബ്രഹ്മാവിന്റെ ശക്തി എന്ന ആയുധം തറച്ചു എങ്കിലും ലക്ഷ്മണൻ വൈഷ്ണവാംശത്തെ അനുസ്മരിച്ചു. ലക്ഷ്മണനെ എടുക്കാൻ ശ്രമിച്ച രാക്ഷസ രാജന് നേരെ വായുപുത്രൻ പാഞ്ഞെടുത്തു. രാവണന്റെ പുറത്ത് പ്രഹരിച്ചു. രാവണൻ ആ ഇടിയിൽ ഭൂമിയിൽ പതിച്ചു. വായിൽ നിന്നും കണ്ണുകളിൽ നിന്നും ശ്രവണങ്ങളിൽ നിന്നും ചോരയൊഴുകി തല ചുറ്റി രഥത്തിനടുത്ത് ഇരുന്നു പോയി. അവന് ബോധം പോയി എന്ന് മനസ്സിലാക്കിയ ഋഷിമാരും വാനരന്മാരും ദേവന്മാരും അസുരന്മാരും ആർത്തു വിളിച്ചു. വായുപുത്രൻ ലക്ഷ്മണനെ പുഷ്പം പോലെ എടുത്ത് രാമന്റെ സമീപത്തേക്ക് കൊണ്ടുവന്നു. അല്പം കഴിഞ്ഞ് ശക്തി എന്ന ആയുധം കൊണ്ട് ലക്ഷ്മണനെ വധിക്കാൻ സാധിക്കാത്ത രാവണൻ സ്വസ്ഥാനത്തേക്ക് തിരിച്ചെത്തി. ലക്ഷ്മണൻ വൈഷ്ണവാംശത്തെ വീണ്ടും സ്മരിച്ച് വേലിന്റെ ബാധ അകന്ന് സുഖം പ്രാപിച്ചു. ഈ സമയം രാമൻ രാവണന് നേരെ യുദ്ധത്തിനായി പുറപ്പെട്ടു. ഈ സമയം രാവണനുമായിട്ടുള്ള ഉയര വ്യത്യാസം പരിഹരിക്കുന്നതിനായി വായുപുത്രൻ രാമനെ സമീപിച്ച് തൻ്റെ ചുമലിൽ കയറിയിരുന്ന രാക്ഷസനോട് പൊരുതുവാൻ ആവശ്യപ്പെട്ടു. രാമൻ അതനുസരിച്ച് ചെയ്തപ്പോൾ രാവണനെ യുദ്ധത്തിൽ നേർക്കുനേരായി കാണാൻ സാധിച്ചു. രാമൻ രാവണനോട് പറഞ്ഞു, എന്നോട് ചെയ്തതുപോലുള്ള വിപ്രിയ കർമ്മം ചെയ്തിട്ട് നിനക്ക് രക്ഷപ്പെടാൻ സാധിക്കുകയില്ല. ഇന്ദ്രൻ, വൈവസ്വതൻ, ഭാസ്കരൻ, ബ്രഹ്മാവ്, അഗ്നി, ശിവൻ എന്നിങ്ങനെ ആരുടെ അടുത്ത് രക്ഷ തേടിയാലും നിനക്ക് രക്ഷ കിട്ടുകയില്ല. നിനക്ക് എന്നിൽ നിന്ന് രക്ഷപ്പെടുവാൻ സാധിക്കുകയില്ല. നീ ഇപ്പോൾ ശക്തി എന്ന ആയുധത്താൽ ലക്ഷ്മണനെ എതിരിട്ടതിന് പകരമായി ഞാൻ നിന്നോട് ഇപ്പോൾ
ആ പ്രതികാരം വീട്ടും. ഞാൻ മുമ്പ് 14,000 രാക്ഷസന്മാരെ വധിച്ച കാര്യം നീ ഓർക്കുന്നത് നല്ലതാണ്. അത് കേട്ട രാവണൻ ഹനുമാന്റെ നേർക്ക് അസ്ത്രം പ്രയോഗിച്ചു. സഹജ തേജസ്സുള്ള ഹനുമാന്റെ ശരീരം ഈ അസ്ത്രങ്ങൾ ഏറ്റ് തേജസ് വർദ്ധിക്കുന്ന അവസ്ഥ ഉണ്ടായി എന്നാണ് 135-ാമത് പദ്യത്തിൽ പറയുന്നത്. എന്നാൽ അത് കണ്ട രാമന് കോപമാണ് ഉണ്ടായത്. ഹനുമാനെതിരെ ശരമയക്കുന്നതിൽ രാമൻ കോപം പൂണ്ട് രാവണന്റെ രഥത്തെയും രഥചക്രങ്ങളെയും കുതിരകളെയും ധ്വജത്തെയും പതാകയെയും ആയുധങ്ങളെയും സാരഥിയെയും തകർത്തു. അതിനുശേഷം രാവണന്റെ നേരെ ഒരു അസ്ത്രം അയച്ചപ്പോൾ വിവശനായി കുഴഞ്ഞ് വില്ലിന്റെ പിടി വിടുന്ന അവസ്ഥ ഉണ്ടായി. ആ സമയം ഒരു അമ്പുകൂടി എയ്ത് രാക്ഷസാധിപന്റെ തലയിൽ നിന്നും തൊപ്പി തെറിപ്പിച്ചു. തൊപ്പി എന്ന് പറഞ്ഞു പോയെങ്കിലും രാക്ഷസ രാജാവിന്റെ കിരീടം തെറിപ്പിച്ചു എന്ന് മനസ്സിലാക്കേണ്ടതാണ്. അതിനുശേഷം രാമൻ രാവണനോട് പറഞ്ഞു, നീ വളരെ ക്ഷീണിച്ചിരിക്കുന്നു, അതുകൊണ്ട് നിന്നെ ഇന്ന് കാലന്നൂർക്ക് അയക്കുന്നില്ല. നീ ഒന്ന് വിശ്രമിച്ചതിന് ശേഷം ആ പുതിയ രഥത്തിൽ കയറി വന്നാൽ അപ്പോൾ നീയുമായിട്ട് യുദ്ധം ചെയ്യാവുന്നതാണ്. പൗരുഷം നഷ്ടപ്പെട്ട് വില്ല് തകർന്ന് കുതിരകളും ശൂതനും കൊല്ലപ്പെട്ട് വലിയ കിരീടവും തെറിച്ച് ശരീരത്തിൽ മുറിവുകളുമേറ്റ് രാവണൻ ആ ലങ്കയിലേക്ക് തിരിച്ചുപോയി. ആ സമയം രാമൻ ലക്ഷ്മണന്മാർക്കും വാനരന്മാർക്കും ഉണ്ടായ ആ ക്ഷീണത്തിൽ നിന്ന് അവർക്ക് മോചനം നൽകി. രാവണനെ നിർവീര്യനാക്കിയപ്പോഴേ സുരാസുരന്മാരും ഭൂതഗണങ്ങളും ദിക്കുകളും സാഗരങ്ങളും ഋഷിമാരും ഉരകന്മാരും ഭൂമിയും ജലചരങ്ങളും പ്രകൃഷ്ടരായി എന്ന് പറഞ്ഞുകൊണ്ട് 59-ാം സർഗം പൂർത്തിയാവുകയാണ്. ബാക്കി വിവരങ്ങളെ നമുക്ക് അടുത്ത സർഗത്തിൽ മനസ്സിലാക്കാം. ഓം രാമചന്ദ്രായ നമഃ. ഓം സീതാപതിയേ നമഃ.